ജസ്ന മിസ്സിംഗ് ആയിട്ട് ഏകദേശം 6 വർഷത്തോളമായി. വെച്ചുച്ചിറ മുക്കുട്ടുതറയിലെ വീട്ടിൽ നിന്ന് 22/3/2018 അവിടെ നിന്ന് രാവിലെ 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏകദേശം 11:30 വരെ എരുമേലി ബസ് സ്റ്റാൻഡിൽ കണ്ടു. പിന്നെ ശിവഗംഗ എന്ന ഒരു ബസ്സിൽ കയറി മുണ്ടക്കയത്തിന് പോയി. വഴിക്ക് മിസ്സായെന്നാണ് ഇതുവരെ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ആ വിവരത്തിലേക്ക് എത്താൻ ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഏകദേശം 1-2 വർഷം എടുത്തു എന്നുള്ളതാണ്. ജസ്ന കേസിൽ ഇന്നലെ ഇവിടുത്തെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI ഇൻസ്പെക്ടർ ഹാജരായി. ജസ്നയുടെ പിതാവിന് ചില സംശയങ്ങൾ ഇപ്പോൾ ഉണ്ട്. അന്വേഷണം തൃപ്തികരമല്ല. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയും അക്കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ കോടതിയിൽ ബോധിപ്പിച്ചു. ചില സംശയങ്ങൾ ഇപ്പോൾ ജസ്നയുടെ ഫാദർ ജെയിംസിനുണ്ട്. അദ്ദേഹത്തെ സംശയിച്ച് ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും കുട്ടിയുടെ അപ്രത്യക്ഷമായ കുട്ടിയുടെ കാര്യത്തിൽ അവർക്ക് സംശയമുണ്ടായിരുന്നു. അനാവശ്യമായിട്ട് ആ പിതാവിനെ അവർ ചോദ്യം ചെയ്തു, മാനസികമായി വളരെ തളർത്തി പീഡിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ എന്ന് തെളിയിക്കാൻ ബാംഗ്ലൂർ പോയി പോളിഗ്രാഫൊക്കെ നടത്തി, ബ്രെയിൻ മാപ്പിംഗ് ഒക്കെ നടത്തി. അദ്ദേഹത്തിനെ ക്രൈംബ്രാഞ്ച് സംശയിച്ചിരുന്നു എന്നാണ് ഒരർത്ഥം. ഇപ്പോൾ ആ സംശയം മാറി CBIക്ക്. എബിൻ ജേക്കബ് എന്ന് പറഞ്ഞാൽ അവരെ കൂടെ പഠിച്ച ഒരു കുട്ടിയെ സംശയം ഉണ്ടായിരുന്നു. അയാളെയും ബ്രെയിൻ മാപ്പിക്കും പോളിഗ്രാഫിലും ഒക്കെ ബാംഗ്ലൂർ പിതാവിൻ്റെ ഒപ്പം കൊണ്ടുപോയി ആ കർമ്മവും നടത്തി. 2 പേർക്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്ന് തെളിഞ്ഞു. അത് തെറ്റായ ഒരു അന്വേഷണമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അന്വേഷണം തെറ്റായ രീതിയിലേക്ക് സഞ്ചരിച്ചു. എന്തിനാണ് ആ പിതാവിന് മകളെ കൊല്ലേണ്ട മോട്ടീവില്ല? എന്ത് കാര്യത്തിന്? അത് തന്നെയല്ല, ആ കൊച്ചിൻ്റെ അമ്മ 2017 ജൂലൈ മാസത്ത് ഹോസ്പിറ്റലിലെ അസുഖബാധിതത്തെ തുടർന്ന് അവർ മരണമടഞ്ഞു. അത് ആ പിതാവിന് വലിയ ഷോക്കായിരുന്നു. ആ കുടുംബത്തിനും ജസ്നയ്ക്കും ജസ്നയുടെ സഹോദരി ജെഫിമോക്കും ഒക്കെ വളരെ ഷോക്കായിരുന്നു അവർക്ക്. അമ്മ മരിച്ചു. കുട്ടി ഹോസ്റ്റലിൽ നിന്ന കുട്ടി 2-3 മാസം കൂടെ നിന്നിട്ട് വീണ്ടും ഹോസ്റ്റലിലെ നിൽപ്പ് നിർത്തി വീട്ടിലായി. സഹോദരൻ വീട്ടിൽ നിന്ന് ചിലപ്പം വാഹനത്തിൽ ആ കുട്ടിയുടെ കോളേജിൽ കൊണ്ടാക്കും, ചില സന്ദർഭത്തിൽ ബസ്സിന് പോകും. പോകുന്ന റൂട്ട് 26-ാം മൈൽ കാഞ്ഞിരപ്പള്ളി കോളേജ് പഠിക്കൽ ആ റൂട്ടിൽ കയറിയാണ് പോകുന്നത്. പക്ഷെ ഒരു സമയത്തും എരുമേലിയിൽ നിന്ന് പുലിക്കുന്ന് വഴി ചുറ്റി മുണ്ടക്കയം വഴി ആ വഴി 26 അല്ലെങ്കിൽ ആ കോളേജിലേക്ക് എത്തേണ്ട അത്ര ദീർഘദൂരത്തിൽ കുട്ടി ഒരിക്കലും പോയിട്ടില്ല, പോകുന്നുമില്ല. ഇതിൻ്റെ നടുക്ക് പുലിക്കുന്നതിൽ കുട്ടിയുടെ ആൻറ്റി സിസിലി ആൻറ്റി ഉണ്ട്, അപ്പൻ്റെ സിസ്റ്ററുണ്ട്, അവിടെ 2 പെൺകുട്ടികളുണ്ട്. ഈ കുട്ടിയുടെ പ്രായമുള്ള അല്ലെങ്കിൽ ഇതിനെക്കാട് സ്വല്പം പ്രായം കൂടുതൽ. അവിടെ മാത്രം പോകും, വേറെ ഒരു സ്ഥലത്തും ജസ്ന പോകാറില്ല. കോളേജ് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടാവും. അത് തന്നെയല്ല, ജസ്ന അമ്മ മരിച്ച ശേഷം ജസ്നയ്ക്ക് ഒരു ലോവർ അബ്ഡോമിനൽ ഒരു പെയിൻ, ഇറഗുലർ മെൻസുറേഷൻ. പിതാവ് തന്നെ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. ജസ്ന നേരത്തെ അവിടെ ഒരു വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അത് വീണ്ടും അവിടുന്ന് അവർ റെഫർ ചെയ്തിട്ട് കാഞ്ഞിരപ്പള്ളി 26-ാം മൈലിൽ അവിടുത്തെ ഗൈനക്കോളജി ഡോക്ടർ ലിസമ്മ ജോസഫിനെ കാണിച്ചു. അവർ പരിശോധിച്ചു. ആ പരിശോധന റിപ്പോർട്ട് എന്താണെന്നറിയില്ല. കുട്ടിയെ പറഞ്ഞയച്ചു. അതിന് ശേഷം
1 മാസം 1.5 മാസം 2 മാസത്തിനുള്ളിൽ ആ കുട്ടിക്ക് അക്യൂട്ട് ബ്ലീഡിങ് ഉണ്ടായി. അത് ആ ബ്ലീഡിങ് മുഴുവൻ തുണിയിൽ ഒപ്പിയെടുത്ത് വീട്ടിൽ വച്ചിരുന്നു. അത് ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിലെ DYSPയോ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ DYSPയോ കബീർ റാവുത്തർ എന്ന് പറഞ്ഞ DYSPയോ അതിൽ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. ലിജു എന്ന് പറഞ്ഞൊരു പോലീസുകാരനാണ് കൊണ്ടുപോയത്. കൂടെ 3 ഡയറികൾ, പേഴ്സണൽ ഡയറി, ജസ്നയുടെ ഒരു സാധാ ടൈപ്പിലുള്ളൊരു മൊബൈൽ ഫോണ്, പിന്നെ വീട്ടിലെ ബുക്സിൽ കണ്ട ചില പേപ്പേഴ്സ്, ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി. ഇപ്പം CBI കോടതി പറഞ്ഞു, ഇന്നലെ പറഞ്ഞു, ഈ ബ്ലഡ് സ്റ്റെയിൻഡ് ക്ലോത്ത് കണ്ടിട്ടില്ല. അത് ക്രൈംബ്രാഞ്ച് എടുത്തിട്ടുണ്ടാവും, പക്ഷേ ഇവരെ ഏൽപ്പിച്ചില്ല, ഇവർ കണ്ടിട്ടില്ല. വളരെ വൈറ്റലായ ഒരു എവിഡൻസ് ആയിരുന്നു അത്. ആ കുട്ടിക്കൊരു ബ്ലീഡിങ് ഉണ്ട്. അത് പിതാവ് തന്നെ അതെന്താണെന്നറിയാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്തി മരുന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് കുട്ടിയെ മിസ്സാകുന്നത്. ആ മിസ്സാകുന്ന ദിവസം നല്ല ബ്ലീഡിംഗ് ഉണ്ട്. മെൻസ്ട്രുവൽ ബ്ലഡിൻ്റെ വോളിയത്തെക്കാട്ടിലും ഇരട്ടി ബ്ലഡ് പോയി. അതിൻ്റെ കാരണം എന്താണെന്നറിയില്ല. ആ ബ്ലഡ് സ്റ്റെയിൻ്റെ തുണി അത് അലക്കി സൂക്ഷിച്ചു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ജസ്നയുടെ സഹോദരി ജെസ്സിമോൾ കൊടുത്തു എന്ന് CBI പറയുന്നു. എത്രത്തോളം ശരിയാണെന്നറിയില്ല. ശരി, അത് കഴുകിയാണെങ്കിലും ആ സാധനം എടുത്തുകൊണ്ട് പോയല്ലോ പോലീസ്. കഴുകിയാലും അതിൽ ബ്ലഡിൻ്റെ അംശം കിട്ടും. അത് പരിശോധനയ്ക്ക് അയക്കാം, DNA കിട്ടും നമുക്ക്. അല്ലെന്നുണ്ടെങ്കിൽ ആ ബ്ലഡിൽ അതൊരു ഓർഡിനറി അല്ലെങ്കിൽ സാധാരണയുള്ള ഹ്യൂമൻ ബ്ലഡാണോ, അതൊരു മെൻസ്ട്രുവൽ ബ്ലഡാണോ, അതൊരു ജസ്റ്റേഷൻ ബ്ലഡാണോ, അതായത് പ്രഗ്നൻസിയുടെ ലക്ഷണം കാണിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബ്ലഡാണോ. അപ്പോൾ 3 തരത്തിൽ നമുക്ക് അത് പരിശോധന നടത്താം. അത് CBI നടത്തിയിട്ടില്ല, അവർ കണ്ടിട്ടില്ല. അത് ലോക്കൽ പോലീസ് കൊണ്ടുപോയി എന്നുള്ള ഉറപ്പാണ്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ അത് ഉണ്ടാവും, ഇവരെ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ഇന്നലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ പറഞ്ഞത്. ഏതായാലും കുട്ടി പോകുമ്പം കുട്ടിയുടെ കയ്യിൽ 6000 രൂപയുണ്ട്. വീട്ടിലെ പണമൊക്കെ ആവശ്യത്തിന് മാത്രമേ കൊടുക്കുള്ളൂ. അത്ര ചിട്ടയായിട്ട് വളർത്തിയ കുട്ടിയാണ്. കോളേജിൽ പോകുമ്പം കോളേജിലെ ആവശ്യം, ബസ്സിൻ്റെ കൂലി, തിരിച്ചു വരാൻ അത്യാവശ്യം സ്നാക്സ്. ഇത്രയും വലിയൊരു എമൗണ്ട് എങ്ങനെ വന്നു? അത് അവിചാരിതമായി ആക്സിഡൻ്റലായിട്ട് ജെസ്സിമോൾ കണ്ടതാണ്. എങ്ങനെ വന്നു ആ പണം? പോലീസ് അന്വേഷിക്കേണ്ടേ അത്? ആര് കൊടുത്തു ആ പണം? ആരെ നിന്ന് ലഭിച്ചു? അത് എന്തിനു കൊടുത്തു? അതന്വേഷിച്ചില്ല. ബ്ലഡ് സ്റ്റെയിൻഡ് ക്ലോത്ത് ഇപ്പം മിസ്സിങ്, അത് CBI അന്വേഷിച്ചില്ല. എവിടെയോ തകരാറ് വന്നിരിക്കുന്നു. അന്വേഷണം പാളി. ലോക്കൽ പോലീസ് എങ്ങും എത്തിയില്ല, ക്രൈംബ്രാഞ്ചും എങ്ങും എത്തിയില്ല, CBIയും എങ്ങും എത്തിയില്ല. വീരവാദങ്ങൾ പലരും പല സ്ഥലത്തും ഇരുന്ന് മുഴക്കുന്നുണ്ട്, ഒരു പ്രയോജനമില്ല. നമുക്ക് ഈ ഒരു കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ പിതാവ് പറഞ്ഞു. പിതാവിനെ നിരന്തരം ചോദ്യം ചെയ്ത് പീഡിപ്പിച്ചു ക്രൈംബ്രാഞ്ച്. അത് ലോജിക്കലായിട്ടും യുക്തിഭദ്രമായിട്ടും ക്രൈംബ്രാഞ്ച് നീക്കം ശരിയായില്ല. ആരാണ് അവരെ പീഡിപ്പിച്ചത്? ആരാണ് അവരെ ചോദ്യം ചെയ്തത്? ആ കുട്ടി വീട്ടിൽ നിന്ന് പോകുമ്പോൾ അതിനു മുമ്പ് പിതാവ് അവരുടെ വർക്ക് സൈറ്റിൽ പോയി, സഹോദരൻ കോളേജിൽ പോയി. ഇതൊക്കെ കൃത്യമായ എവിഡൻസ് കണ്ട ആൾക്കാരുമുണ്ട്. പെൺകുട്ടി ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് 10:30 പോയി, ഓട്ടോ പിടിച്ചു പോയി, മുക്കുട്ടുതറയിലെത്തി. അവിടുന്ന് ഒരു ലോക്കൽ ബസ്സിൽ കയറി എരുമേലിയിൽ ഇറങ്ങി. എരുമേലിൽ നിന്ന് ശിവഗംഗ ബസ്സിൽ കയറി മുണ്ടക്കയത്തിൽ ബസ്സിൽ കയറി പോയി. ആ ശിവഗംഗ ബസ് അവിടെ കിടക്കുമ്പോൾ കോട്ടയം ബസ്സുണ്ടായിരുന്നു 26-ാം മൈലിൽ കൂടെ പോകുന്നത്, അതിൽ കയറിയില്ല. മുണ്ടക്കയത്തിനുള്ള ശിവഗംഗ ബസ്സിലാണ് കയറിയത്. പുഞ്ചവയലിൽ ബസ്സിലിരിക്കുന്ന ദൃശ്യം
അതിൻ്റെ ഒരു സൈഡ്, കുട്ടിയുടെ ഒരു സൈഡ് മാത്രം കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ബസ്സിൽ കയറിയെന്ന് ഉറപ്പാണ്. മുണ്ടക്കയത്ത് ചെന്നിട്ടില്ല. മുണ്ടക്കയത്ത് വേറൊരു കുട്ടി, കണ്ണാടി വെച്ചൊരു കുട്ടി, ഇതേ റിസംബ്ലൻസ് ഉള്ള കുട്ടിയെ ദൃശ്യം കണ്ടു. അത് ഈ കുട്ടിയല്ല, തെളിഞ്ഞു. അപ്പോൾ ഈ മിസ്സായത് മുണ്ടക്കയത്തിനും അല്ലെങ്കിൽ അവിടുത്തെ പുത്തൻചന്തയ്ക്കും അതുപോലെ എരുമേലിക്കും ഇടയ്ക്ക്, കൃത്യമായി പറഞ്ഞാൽ പുലിക്കുന്നിനും ഇടയ്ക്ക് മിസ്സായി. ഇതാണ് പോലീസ് അന്വേഷിക്കേണ്ടത്. ഈ ഭാഗത്തോട്ട് അന്വേഷണം പോയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഏതായാലും ഏറ്റവും അവസാനം 2022 ജസ്നയുടെ പിതാവ് ജെയിംസിനെ CBI ചോദ്യം ചെയ്ത് നിർത്തിയത്, സ്റ്റേറ്റ്മെൻ്റ് എടുത്തത്. പിന്നെ എടുത്തിട്ടില്ല. ജസ്നയുടെ പിതാവ് പറഞ്ഞു 2023 നവംബർ ഡിസംബർ മാസത്തിലും 2024 ജനുവരി ഫെബ്രുവരി മാസത്തിലും എൻ്റെ മകളെപ്പറ്റി യാതൊരു വിവരവും ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും CBIക്ക് നൽകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പലരെയും കണ്ടു. അവർ സ്വന്തമായിട്ടൊരു അന്വേഷണം നടത്തി. അതിലല്പം പ്രോഗ്രസ് ഉണ്ട് എന്ന് കോടതി പറഞ്ഞു. അത് വേണമെന്നുണ്ടെങ്കിൽ സീൽഡ് കവറിൽ കോടതിയിൽ ഹാജരാക്കാം. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഞങ്ങൾക്കല്ല തരേണ്ടത്, CBIക്ക് കൊടുക്കൂ. എന്തായാലും 3 ഏജൻസികളിൽ നിന്നും ഒരു റിസൾട്ടും വന്നില്ല. പിതാവിന് അത് കണ്ടെത്താനുള്ള റൈറ്റുണ്ട്, അവകാശമുണ്ട്. അവർക്ക് അന്വേഷിക്കാം, അത് കണ്ടെത്താം. അതിന് ചില ആൾക്കാരുടെ അഭിപ്രായങ്ങൾ, ഉപദേശങ്ങൾ, സഹായങ്ങൾ തേടി ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കണ്ടു. സഹായിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് സഹായിക്കും. ചില ലീഡ്സുകൾ ഇപ്പം വന്നിട്ടുണ്ട്. ജസ്നെ എവിടെയാണെന്ന് കണ്ടെത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കരുതുന്നത്. അതിന് റിസൾട്ട് ഉണ്ടാവും. ഇപ്പം ജസ്നയുടെ പിതാവ് 6 മാസത്തെ സമയം ചോദിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെപ്പോലെയുള്ളവരുടെ സഹായം അതിൻ്റെ പിന്നിലുണ്ട്. അത് സത്യസന്ധമായിട്ട് അന്വേഷിക്കും. ആരെ കുറ്റപ്പെടുത്താനോ ആരെ ഭത്സിക്കാനോ ഒന്നുമല്ല ആ നീക്കം. ആ പിതാവിൻ്റെ കുട്ടിയെ കണ്ടെത്താനുള്ള നീക്കമാണ്. ആ അവകാശം അദ്ദേഹത്തിനുണ്ട്. അത് തടയാൻ ഒരു ഏജൻസിക്കും കഴിയില്ല, ഒരു ഗവൺമെൻറ്റിനും കഴിയില്ല. തൻ്റെ സ്വന്തം കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം പിതാവ് ആരംഭിച്ചിട്ടുണ്ട്. എന്നെപ്പോലുള്ള ആൾക്കാരുടെ സഹകരണം അതിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 6 മാസത്തിനകം റിസൾട്ട് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു.